അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ നേതാക്കളെ മുഴുവൻ ജയിലിൽ അടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച ഒരു വിദ്യാർത്ഥിയുണ്ടായിരുന്നു. ഇന്ദിരയുടെ പോലീസിനെയും സർവ്വസന്നദ്ധതയും കൂസാതെ ഇന്ദിരയുടെ വീട്ടിലേക്ക് 500-ലേറെ വരുന്ന വിദ്യാർത്ഥികളെയും കൂട്ടി മാർച്ച് നടത്തിയ ഒരു വിദ്യാർത്ഥി. JNUവിൻ്റെ ചാൻസലർ പദവി രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഇന്ദിരയെ മുന്നിൽ നിർത്തി വായിച്ച് രാജിവെപ്പിച്ച ഒരു തീപ്പൊരി നേതാവ്. അയാളുടെ പേരാണ് സീതാറാം യെച്ചൂരി. അന്ന് JNUവിലെ PhD വിദ്യാർത്ഥിയായിരുന്നു ആ 23-കാരൻ. JNU വിദ്യാർത്ഥിയായിരിക്കെ SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ സീതാറാം യെച്ചൂരിയുടെ മറക്കാനാവാത്ത പോരാട്ടങ്ങളിലെ ഒരേട്. ഇന്നും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ആ ചിത്രം. ആന്ധ്രാപ്രദേശിൽ പ്രത്യേക തെലങ്കാന സംസ്ഥാന സമരം കൊടുമ്പിരി കൊണ്ട കാലത്താണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം യെച്ചൂരി ഡൽഹിയിലെത്തിയത്. ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ ഇന്ത്യയിലെ 1ാം റാങ്കോടെ വിജയം. സാമ്പത്തിക ശാസ്ത്ര ബിരുദത്തിനായി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേർന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് JNUവിലെ PG പഠനകാലത്തായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യ ജയിൽവാസം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 3 തവണ. പിന്നാലെ വന്ന മൊറാർജി ദേശായി സർക്കാരും യെച്ചൂരിയെ ജയിലിലടച്ചു. ഇത്തവണത്തെ ജയിൽവാസം ഇറാൻ ഭരണമേധാവി ഷാ മുഹമ്മദ് റസ പെഹ്ലാവിയുടെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിച്ച ഇറാനിയൻ വിദ്യാർത്ഥികളെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ നടത്തിയ സമരത്തിലാണ്. ജയിൽവാസത്തോടെ PhD പഠനം പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 75-ൽ തന്നെ CPM അംഗമായെങ്കിലും PhD പഠനം ഉപേക്ഷിച്ചതോടെയാണ് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞത്. 78-ൽ SFI ജോയിന്റ് സെക്രട്ടറിയായ യെച്ചൂരി പിന്നീട് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. 84-ൽ CPM കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി സീതാറാം യെച്ചൂരിയെ പാർട്ടി ഉൾപ്പെടുത്തി. 85-ലെ പാർട്ടി കോൺഗ്രസിൽ തന്റെ 34-ാം വയസ്സിൽ യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരാംഗമായി. എന്നാൽ ഇത് സംബന്ധിച്ച് രസകരമായ ഒരു സംഭവമുണ്ടായി. ഒരുപക്ഷെ ഇന്നത്തെ കരിയറിസ്റ്റുകളായ നേതാക്കന്മാർക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത ഒന്ന്. തന്നെ CCയിലെടുത്ത തീരുമാനത്തിൽ എതിർപ്പുമായി യെച്ചൂരി അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന EMSനെ പോയി കണ്ടു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നായിരുന്നു ആവശ്യം. കാരണം ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തനിക്ക് ഇപ്പോൾ പ്രായമായിട്ടില്ല. ഒന്ന് നോക്കിയിട്ട് EMS ആവശ്യം നിഷേധിച്ചു. CPM ജനാധിപത്യ കേന്ദ്രീകരണ സ്വഭാവമുള്ള പാർട്ടിയാണെന്നും മേൽക്കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ അത് കീഴ്ഘടകങ്ങൾ അനുസരിക്കണമെന്നും യെച്ചൂരിയെ EMS ഓർമ്മിപ്പിച്ചു. 88-ൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും 92-ൽ 40-ാം വയസ്സിൽ PB അംഗവുമായി. PBയിലെത്തിയ എക്കാലത്തെയും പ്രായം കുറഞ്ഞ നേതാവ്. പിന്നീട് ഇങ്ങോട്ട് CPMന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും രാഷ്ട്രീയ കരുനീക്കങ്ങളിലും സുപ്രധാന പങ്കുവഹിച്ചു യെച്ചൂരി. സീതയെന്നും സീതാറാമെന്നും നേതാക്കളും യെച്ചൂരി എന്നും മാധ്യമങ്ങളും സഖാക്കളും വിളിക്കുന്ന സീതാറാം യെച്ചൂരി മികച്ച രാഷ്ട്രീയ നയതന്ത്രജ്ഞനും വാഗ്മിയുമാണ്. പാർട്ടിയുടെ ഇരുമ്പ് ചട്ടക്കൂടിനോട് നീതി പുലർത്തുമ്പോഴും മാധ്യമങ്ങളുടെയും ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഉറ്റ സുഹൃത്തായി തുടർന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായ യെച്ചൂരി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. പ്രാദേശിക താൽപര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന അധികാരമോഹികളായ ചെറുതും വലുതുമായ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അസാധ്യമെന്ന് തോന്നിയ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ചവരിൽ യെച്ചൂരിയുണ്ട്. ഐക്യമുന്നണി സർക്കാരും 2004-ലെ 1ാം UPA സർക്കാരും 2024-ലെ ഇന്ത്യ സഖ്യത്തിനുമെല്ലാം യെച്ചൂരിയുടെ തലയുണ്ട്. ദേവഗൌഡ സർക്കാരിൻ്റെയും 1ാം UPA സർക്കാരിൻ്റെയും കോമൺ മിനിമം പ്രോഗ്രാമിന്റെ മാസ്റ്റർ ബ്രെയിൻ യെച്ചൂരിയായിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കലായിരുന്നു 2 തവണയും യെച്ചൂരിയിൽ അർപ്പിതമായ ദൗത്യം. അതിന്റെ ഫലമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കം പിറവിയെടുത്തത്. ബംഗാളിൽ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ശേഷം കോൺഗ്രസുമായി CPM ആദ്യം സഹകരണവും പിന്നീട് ധാരണയും സഖ്യവും എല്ലാം ഉണ്ടാക്കിയതും യെച്ചൂരിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമായിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നെങ്കിലും പക്ഷേ ഒറ്റ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. എന്നാൽ 2 തവണ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായി. രാജ്യസഭയിലും എതിരാളികൾ പോലും ആദരിക്കുന്ന ശക്തമായ സാന്നിധ്യമായിരുന്നു യെച്ചൂരി. 3ാം തവണയും ബംഗാളിൽ നിന്ന് സഭയിലേക്ക് എത്തിക്കാനായിരുന്നു ബംഗാൾ ഘടകത്തിന് തീരുമാനം. പക്ഷേ 2 തവണ സഭകളിൽ അംഗമായവർ മാറി നിൽക്കണമെന്ന പാർട്ടി തീരുമാനം തനിക്കും ബാധകമാണെന്ന് പറഞ്ഞ് യെച്ചൂരി അത് നിരസിച്ചു. ഫാസിസത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ എക്കാലവും യെച്ചൂരി സംസാരിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും സംഘപരിവാരത്തിന്റെ ആക്രമണങ്ങൾക്ക് അതിനാൽ തന്നെ അദ്ദേഹം ഇരയായി. 2017-ൽ AKG ഭവനിൽ കയറി അദ്ദേഹത്തെ സംഘപരിവാറുകാർ ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ടും തളരാതെ വാക്കും നാക്കും കൊണ്ട് സംഘപരിവാരത്തെ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ആക്രമിച്ചു. പാർലമെന്റിലെ ചർച്ചകളിൽ യെച്ചൂരി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ ഒരേ സമയം BJP അംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും കേൾക്കാനായി ആകാംക്ഷയോടെ കാതോർക്കുകയും ചെയ്യും. അത്രമാത്രം കാര്യമാത്ര പ്രസക്തമായിരിക്കും യെച്ചൂരിയുടെ ഓരോ പ്രസംഗങ്ങളും. നല്ലൊരു ഭാഷാപ്രേമി കൂടിയായിരുന്നു യെച്ചൂരി. പലപ്പോഴും സഭയിൽ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന അംഗങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ അദ്ദേഹം മറുപടി നൽകുന്നത് കൗതുകമായിരുന്നു.
VS അച്യുതാനന്ദനുമായി യെച്ചൂരിക്ക് VSനോടുമുള്ള സ്നേഹവും ബന്ധവും ഏറെ പ്രസിദ്ധമാണ്. അതിനാൽ തന്നെ കേരളത്തിലെ വിഭാഗീയതയിൽ എല്ലാ കാലത്തും കേട്ടിരുന്ന പേരാണ് യെച്ചൂരിയുടേത്. VS പിണറായി പോരിൽ VSനെ അനുനയിപ്പിക്കാനും VS മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിൽ പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കാനും യെച്ചൂരി ശ്രമിച്ചു. ഇതിൽ പിണറായി പക്ഷമായ ഔദ്യോഗിക പക്ഷത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ച് പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി യെച്ചൂരിക്ക് പകരം SRPയെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ബംഗാൾ ഘടകത്തിന്റെ ശക്തമായ പിന്തുണ യെച്ചൂരിക്കുണ്ടായിരുന്നു. 2018 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരി എത്തിയത് ബദൽ രേഖയെന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയകാര്യ റിപ്പോർട്ടുമായാണ്. PBയിലെ ഭൂരിപക്ഷം അംഗങ്ങളും തള്ളിയ റിപ്പോർട്ട് PBയിലെ ന്യൂനപക്ഷ രേഖ എന്ന പേരിൽ ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ചത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. അന്ന് ജനറൽ സെക്രട്ടറിക്ക് പകരം മുൻ ജനറൽ സെക്രട്ടറി കാരാട്ടായിരുന്നു PB അംഗീകരിച്ച രേഖ അവതരിപ്പിച്ചത്. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒന്ന്. കോൺഗ്രസ് അടക്കമുള്ള BJP വിരുദ്ധ മതേതര കക്ഷികളുമായി രാഷ്ട്രീയ സഹകരണം എന്നതായിരുന്നു അന്ന് യെച്ചൂരി മുന്നോട്ട് വെച്ച പാർട്ടി ലൈൻ. എന്നാൽ കോൺഗ്രസുമായി യാതൊരു സഖ്യമോ ധാരണയോ അംഗീകരിക്കില്ല എന്നായിരുന്നു കേരളത്തിന്റെ പിന്തുണയുള്ള PBയുടെ നിലപാട്. റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസ് തള്ളിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ യെച്ചൂരി പുറത്തായേനെ. എന്നാൽ റിപ്പോർട്ടിന്മേൽ രഹസ്യ വോട്ടെടുപ്പ് വേണമെന്ന് ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടതോടെ യെച്ചൂരിയെ പുകയ്ക്കാനുള്ള കേരള ഘടകത്തിന്റെ പദ്ധതി വീണ്ടും പാളിപ്പോയി. പാർട്ടിക്ക് അധികാരമുള്ള ഏക സംസ്ഥാനമായ കേരളത്തിലെ നേതൃത്വത്തിന് വിയോജിപ്പുണ്ടെങ്കിലും എക്കാലവും പാർട്ടിയുടെ ദേശീയമുഖവും വക്താവുമാണ് യെച്ചൂരി. ഇന്ത്യക്ക് പുറത്തും തന്റെ രാഷ്ട്രീയ നയതന്ത്ര മികവ് പ്രകടമാക്കിയ നേതാവ് കൂടിയാണ് യെച്ചൂരി. നേപ്പാളിന്റെ രാഷ്ട്രീയഗതിയെ മാറ്റിമറിച്ച ചരിത്രപരമായ ഇടപെടലിന് നേതൃത്വം വഹിച്ചത് യെച്ചൂരിയാണ്. മാവോവാദികളെ ആയുധം താഴെ വെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാൻ നിർണായകമായ ഇടപെടൽ നടത്തിയത് യെച്ചൂരിയായിരുന്നു. നേപ്പാളിലെ പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കളായ പ്രചണ്ഡ, ബാബുറാം ഭട്ടാറായി എന്നിവരുമായി തനിക്കുണ്ടായിരുന്ന അടുപ്പമാണ് യെച്ചൂരിയെ ഈ ചരിത്ര ഉദ്യമത്തിലേക്ക് നയിച്ചത്. സായുധപാത ഉപേക്ഷിച്ച് ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് മാവോയിസ്റ്റുകൾ വരേണ്ടതിന്റെ ആവശ്യകത ഇരുവരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ യെച്ചൂരിക്കായി. തുടർന്ന് ജ്ഞാനേന്ദ്ര രാജാവിനെതിരെ കൊയ്രാളയുടെ സർക്കാരും മാവോവാദികളും യോജിച്ച് പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിനൊടുവിൽ ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്ന നേപ്പാൾ മതനിരപേക്ഷ രാഷ്ട്രമായി മാറി ജനാധിപത്യ പ്രക്രിയയിലേക്ക് മടങ്ങി വന്നു. ദേശീയതലത്തിലും പാർട്ടി നിർണായകമായ പല റോളുകളും യെച്ചൂരിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2004 ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യം പാർട്ടി തള്ളി. ചരിത്രപരമായ വിഡ്ഢിത്തമെന്നായിരുന്നു അധികായനായ ജ്യോതി ബസു പോലും പ്രതികരിച്ചത്. എന്നാൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ CPM നിയോഗിച്ചത് യെച്ചൂരിയെ. ലോക്സഭയിൽ CPMന് 32 അംഗങ്ങളേ ഉള്ളൂ. ആ നിലയ്ക്ക് ബസു പ്രധാനമന്ത്രിയായാൽ അദ്ദേഹത്തിന് CPMന്റെ നയങ്ങൾ നടപ്പാക്കാനാവില്ല. അങ്ങനെ വന്നാൽ അത് പ്രവർത്തകരോടും അനുഭാവികളോടും ചെയ്യുന്ന ചതിയാവും. ഇതായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ യെച്ചൂരിയുടെ വിശദീകരണം. ഈ നിലപാട് ബസുവിന്റെ കാര്യത്തിൽ മാത്രമല്ല യെച്ചൂരി എടുത്തിട്ടുള്ളത്. അതുകൂടി കേട്ടാലേ സീതാറാം യെച്ചൂരി എന്ന കരിയറിസ്റ്റ് അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം പൂർത്തിയാകൂ. ബസുവിന് ഓഫർ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മറ്റൊരു ഓഫർ ഒരു CPM നേതാവിനെ തേടിയെത്തി. മറ്റാരെയുമല്ല, യെച്ചൂരിയെ തന്നെ. 1991 നരസിംഹറാവു സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയം സീതാറാം യെച്ചൂരിയെ പോലെ സാമൂഹിക രാഷ്ട്രീയ ബോധവും കഴിവുമുള്ള ഒരാൾ തന്റെ സർക്കാരിലും ഉണ്ടാവണമെന്ന് നരസിംഹറാവു അതിയായി ആഗ്രഹിച്ചു. പലരെയും പരിഗണിച്ചു. ദിവസങ്ങളോളം ഇക്കാര്യം ചർച്ച ചെയ്തു. ഒടുവിൽ യെച്ചൂരി അല്ലാതെ വേറെ ആരും ഇല്ലെന്ന് റാവു കണ്ടെത്തി. അങ്ങനെ യെച്ചൂരിയെ മന്ത്രിസഭയിൽ ചേരാനുള്ള ഓഫറുമായി പ്രത്യേക ദൂതനെ നരസിംഹറാവു അയച്ചു. റാവു കുറെ സമയമെടുത്ത് ആലോചിച്ച് മുന്നോട്ട് വെച്ച ആ ഓഫർ നിരസിക്കാൻ യെച്ചൂരിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് നല്ല ധാരണയുള്ള റാവുവിന്റെ ഒരു തമാശയാണ് തന്നെ മന്ത്രിയാക്കാനുള്ള ആലോചന എന്നായിരുന്നു യെച്ചൂരിയുടെ മറുപടി. CPM പോലുള്ള പാർട്ടിയിൽ താൻ ചേർന്നത് കേന്ദ്രമന്ത്രി സ്ഥാനമോ അതുപോലെ എന്തെങ്കിലും പദവിയോ മോഹിച്ചല്ല, മറിച്ച് ജനത്തിനു വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനാണെന്നും അദ്ദേഹം റാവുവിന്റെ ദൂതനോട് പറഞ്ഞു. അതായിരുന്നു സീതാറാം യെച്ചൂരി. നിലപാടുകളും ആദർശവും മറന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറിക്കളിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വഴിയല്ല യെച്ചൂരിയുടേത്. എക്കാലവും മാതൃകയാക്കാവുന്ന രാഷ്ട്രീയ ജീവിതം. ഫാസിസത്തോടും അവകാശ നിഷേധത്തോടും ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലാത്ത സഖാവ്.